കഴിഞ്ഞ 7 എപ്പിസോഡുകളിൽ സുകുമാരന്റെ അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിച്ച പ്രേക്ഷകരിൽ സ്വാഭാവികമായും ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സുകുമാരനോട് ചോദിക്കുകയാണ്. സത്യത്തിൽ സന്ധ്യയെ കൊല്ലാൻ ഒരുങ്ങിയത് ദൈവമായിരുന്നോ അതോ സുകുമാരനായിരുന്നു? ദൈവത്തെ ഒരു മറയാക്കി സുകുമാരൻ നടത്തിയ ഒരു ക്രൂരകൃത്യമായിരുന്നില്ലേ അത്? അതോ ദൈവം നേരിട്ട് നടത്തിയതായിരുന്നു ആ കൃത്യം? ശരിയാണ്. ഇത്തരത്തിലുള്ള ഏറെ ചോദ്യങ്ങളും ആരോപണങ്ങളുമായി കോടതിയിൽ ഏറെ നാൾ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് സുകുമാരൻ എന്ന നിലയ്ക്ക് ഇനി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് കോടതി വിധിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയേക്കാം. ഒരു മറുപടി പറയുക സുകുമാരന് പ്രയാസവും. അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾ എന്ത് പറയുന്നു എന്നതാണ് പ്രധാനം. ഇതാ ഈ ഇരിക്കുന്ന ശാന്തനും മിതഭാഷിയുമായ മനുഷ്യൻ സുകുമാരൻ. ഈ സുകുമാരനായിരുന്നോ അതോ ദൈവമായിരുന്നോ സന്ധ്യയുടെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞു വെട്ടിയത്? പറയൂ, ദൈവമായിരുന്നോ അതോ സുകുമാരനായിരുന്നു? ഒരു കൂട്ടർ സുകുമാരൻ എന്ന് പറയുന്നു, മറ്റൊരു കൂട്ടർ ദൈവമെന്നും. എന്നാൽ ഒരു വലിയ വിഭാഗം സുകുമാരൻ തന്നെ എന്ന് തറപ്പിച്ചു പറയുമ്പോൾ വെട്ടിയത് സുകുമാരനായാലും ദൈവമായാലും വെട്ടേറ്റ് നിലവിളിച്ചത് പാവം സന്ധ്യയായിരുന്നു എന്ന തർക്കമില്ലാത്ത അഭിപ്രായത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് നമുക്കിനി സുകുമാരന്റെ 6 വർഷത്തെ ജയിൽവാസത്തെ കുറിച്ചുള്ള ചെറിയ ചില പരാമർശങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് റോയൽ വില്ലേജ് ഷർട്ട്സ് പ്രേക്ഷകർക്കായി നൽകുന്ന 50,000 രൂപ ക്യാഷ് പ്രൈസിന് വേണ്ടിയുള്ള ചോദ്യം പറയാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുവചനം. എന്നാൽ മതമേതായാലും അത് മനുഷ്യനെ നന്നാക്കുമോ എന്നതാണ് ചോദ്യം. ചോദ്യം ഇതാണ്: മതമേതായാലും അത് മനുഷ്യനെ നന്നാക്കുമോ? മതങ്ങൾ മനുഷ്യ സമൂഹത്തെ നന്നാക്കും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ യെസ് എന്നും, നന്നാക്കില്ല അത് നശിപ്പിക്കുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നോ എന്നും ടൈപ്പ് ചെയ്ത് ഉടൻ SMS അയക്കുക. SMS അയക്കേണ്ട നമ്പർ 3663. മിസ്റ്റർ സുകുമാരൻ, താങ്കൾ ഈ ജയിലിൽ കഴിച്ചുകൂട്ടിയ 6 വർഷത്തിനിടയ്ക്ക് പല സന്ദർശകരും താങ്കളെ കാണാൻ വന്നുവെങ്കിലും താങ്കൾ ആരെയും അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല എന്ന് ജയിലധികൃതർ ഞങ്ങളോട് പറയുകയുണ്ടായി. എന്തായിരുന്നു അതിന് കാരണം? കുറ്റബോധമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ? അത് പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടും കാണാനുള്ള പ്രിയം കൊണ്ടും വരാനായിട്ടൊരാൾ അപ്പം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അപ്പനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നേരിടാൻ വലിയ ഉൾഭയം ഉണ്ടായിരുന്നു. പിന്നെ വരാനായിട്ടുള്ളത് മുൻപൊക്കെ കൂടെ ഉണ്ടായിരുന്ന ചില സഹപ്രവർത്തകരോ അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില ശത്രുക്കളോ ആയിരിക്കും. അവർക്ക് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അവരോട് പറയാനൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് ആരെയും കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാനും തീരുമാനിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരിൽ നിന്നും ഒളിച്ചു കഴിയാനായിരുന്നു പിന്നീട് സുകുമാരന് താല്പര്യമെന്നാണ്. എന്നാൽ ഇന്ന് സുകുമാരൻ കാണണ്ട എന്ന് ആഗ്രഹിച്ചാലും ചില അപ്രതീക്ഷിത അതിഥികളെ സുകുമാരന് നേരിടേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾ ബോധപൂർവം ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. 25/3/2013, അതായത് ഇന്നേ ദിവസം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി സുകുമാരൻ ജയിൽ മോചിതനാവുകയാണ്. എന്നിട്ടും സുകുമാരന്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും കാണുന്നില്ല. ഒരു പക്ഷേ പുറം ലോകത്തെ സുകുമാരൻ അത്രമാത്രം ഭയക്കുന്നതായിരിക്കാം അതിന് കാരണം. അല്ലെങ്കിൽ തനിക്കിനി ആരുമില്ലെന്നുള്ള തോന്നലാകാം. എന്തായിരുന്നാലും സുകുമാരന്റെയും പ്രേക്ഷകരുടെയും ഉത്കണ്ഠ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അതിഥിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടിയോടെ അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പരകായ പ്രവേശം പരിഹാര പത്മത്തിലേക്ക്. രാമദാസൻ നായർ, സുകുമാരന്റെ ഭാര്യ സന്ധ്യയുടെ അമ്മാവൻ, കർഷകൻ, സർവോപരി ഒരു ആഢ്യ നായർ. സ്കൂട്ടിയിലാണോ വന്നത്? അല്ല, ബസ്സിലാ. സ്കൂട്ടിക്ക് എന്ത് പറ്റി? ഈയിടെയായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു അപശബ്ദം പോലെ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോ സൈലൻസറിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് മറ്റൊന്നാക്കാൻ വെച്ചേക്കുക. സൈലൻസറിന്റെ പ്രശ്നം ഇപ്പൊ തുടങ്ങിയതാവും വഴിയില്ല, അത് പണ്ടേ ഉള്ളതാണെന്നാ സുകുമാരൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ പറഞ്ഞതല്ലേ? സുകുമാരനോട് ഇപ്പോഴും ദേഷ്യമാണ്? സുകുമാരനോട് ഇപ്പോഴും ഉള്ളിൽ വിദ്വേഷം ഉണ്ടോന്ന്? ഇപ്പോഴെന്നല്ല, പണ്ടും അവനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതെന്താ? സുകുമാരൻ ജാതിയിൽ താഴ്ന്ന ആളായതുകൊണ്ടാണോ? അവൻ നിക്കറിയില്ലേ. ഈ പ്രോഗ്രാമിലേക്ക് വിളിപ്പിച്ചത് ഇഷ്ടായില്ലേ? ഇഷ്ടമായതുകൊണ്ടാണല്ലോ വന്നത്. കണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തന്നെ ചെറിയൊരു പരിപാടി TV-യിൽ ഉണ്ടാവുമെന്ന്. പലരോടും ഫോൺ ചെയ്തും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പറയൂ,
നിങ്ങളൊരു ഉയർന്ന ജാതിക്കാരനാണെന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഹൈ, ഞാനൊരു ഉയർന്ന ജാതിക്കാരൻ തന്നെയല്ലേ, പിന്നെന്തിനാ തോന്നണ? അതിന്റെ പേരിൽ താഴ്ന്ന ജാതിക്കാരോട് പുച്ഛുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അതെന്താ അറിയാത്തത്? നിങ്ങളുടെ ജാതി ചൊല്ലിയുള്ള പരിഹാസങ്ങൾ സുകുമാരനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അവന് വേദനിച്ച കൂട്ട അവനല്ലേ അറിയൂ. അതെന്നോട് ചോദിച്ചിട്ട് എന്താ? നിങ്ങളുടെ ജാതി ചിന്ത നിങ്ങളിൽ താഴ്ന്ന ജാതിയുള്ള ഒരുവനെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റല്ലേ? അല്ല, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ജാതി ചിന്ത എന്ന് പറയുന്നത് ഇത്ര വലിയൊരു തെറ്റാണെങ്കിൽ ഈ പറഞ്ഞ രണ്ടു കൂട്ടരും ഇല്ലേ തെറ്റ്? മനസ്സിലായില്ല. ഇതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? ഞാനൊരു കേമപ്പെട്ട നായരാന്ന് ഞാൻ ചിന്തിക്കുമ്പോ ഇവനെന്തിനാ താനൊരു മോശപ്പെട്ട മലയനാന്ന് ചിന്തിക്കണത്? ഇത് രണ്ടും ജാതിയും തന്നെയല്ലേ? ഞാനൊരു കേമനാണെന്ന എൻ്റെ ചിന്ത തെറ്റാണെങ്കിൽ ഇവനൊരു മോശക്കാരനാണെന്ന ഇവൻ്റെ ചിന്തയും തെറ്റല്ലേ? ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? വേണമെങ്കിൽ എടുത്താൽ മതി. വളരെ ശക്തവും ചിന്തോദീപ്തവുമായ ഒരു കാര്യമാണ് മിസ്റ്റർ രാമദാസൻ നായർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്റെ ജാതിയാണ് ശ്രേഷ്ഠമെന്ന ഒരുവന്റെ അബദ്ധ ചിന്ത പോലെ തന്നെ കുറ്റകരമാണ് തന്റെ ജാതി മ്ലേച്ഛമാണെന്ന ഒരുവന്റെ അധമ ചിന്തയും. സ്വന്തം ജാതിയെക്കുറിച്ച് അപകർഷതാബോധമില്ലാതെ വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചിരുന്നത് എങ്കിൽ സുകുമാരന്റെ ജീവിതം ഇന്ന് മറ്റൊന്നായി മാറിയേനെ. തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ സുകുമാരന്? തെറ്റുകൾ അങ്ങനെ പലതും പറ്റിയതിന്റെ പുറത്താണല്ലോ ഞാനിന്ന് ഇതിനകത്തായി പോയത്. എല്ലാ തെറ്റുകൾക്കും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ സുകുമാരനുമായി ഇനിയെങ്കിലും സ്നേഹത്തിലായിക്കൂടെ രാമദാസൻ നായർ? ഈ പ്രോഗ്രാമിന്റെ അവസാന റൗണ്ടായ പരിഹാര പത്മം സംഭവിച്ചു കഴിഞ്ഞ എല്ലാ തെറ്റുകൾക്കും പിണക്കങ്ങൾക്കും പരിഹാരം തേടുന്ന റൗണ്ടാണ്. നിങ്ങൾ എന്നെ ഈ റൗണ്ടിൽ നിന്ന് പുറത്താക്കിയാലും വേണ്ടില്ല. ഇവനോടവൻ ലോഹിതനാവാൻ ചാവില്ല. അത് ജാതിയന്തര പേരിലൊന്നല്ല. ഇവൻ എൻ്റെ സന്ധ്യമോട് ചെയ്ത കൊടും ക്രൂരതയുടെ പേരില്ല. വിവരം പറഞ്ഞ് വീട്ടിലോടിയെത്തിയപ്പോ ഉമ്മർത്തൊന്ന് മുറ്റത്തേക്ക് ചാലിട്ടൊഴുക ചോര. മുറ്റത്തൊരു ചോരക്കളം, നടുക്ക് ചോര വാർന്നൊലിച്ച് വെളുത്ത് വിളറിക്കിടക്കണം എൻ്റെ കുട്ടി. അടുത്തിരുന്ന് വാവിട്ട് കയറണം എൻ്റെ അമ്മുട്ടി. അതൊന്നും ഈ ജന്മത്തെ മറക്കാവില്ല. ഇവനോട് പൊറുക്കാനും ആവില്ല. ശരിയായിരിക്കാം, ഒരു പ്രോഗ്രാമിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. മുഴുവൻ പേരെയും തിരുത്തിക്കളയാമെന്ന അബദ്ധ ചിന്ത പരകായ പ്രവേശത്തിനില്ലാത്തത് കൊണ്ട് രാമദാസൻ നായർ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് തന്നെ വിട്ടു നൽകാം. സന്ധ്യയുടെ ശരീരത്തിലേറ്റ മുറിവുകളെ കുറിച്ച് മാത്രമേ സുകുമാരൻ അറിയൂ. അത് ചില മനസ്സുകളിൽ ഏൽപ്പിച്ച മുറിവുകൾ. സന്ധ്യയുടെ അമ്മ അമ്മുക്കുട്ടിയമ്മയും നിങ്ങളുടെ പിതാവും കാത്തു നിൽക്കുന്നു. ഇതിൽ ആരെയാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടത്? സുകുമാരൻ നിശ്ചയിക്കാം. അത് പിന്നെ കൂടുതൽ കുറ്റപ്പെടുത്താനുള്ളത് സന്ധ്യയുടെ അമ്മയ്ക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ അവസരം അവർക്ക് തന്നെ കൊടുത്താൽ മതി. എന്നാലല്ലേ നമുക്ക് സ്വാഗതം ചെയ്യാം ആ അമ്മയെ. അമ്മുക്കുട്ടിയമ്മയുടെ ശകാരങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് സുകുമാരൻ. ഒന്നും പറയാനില്ലേ? സുകുമാര, നിനക്ക് സുഖാണോട്? വാക്കുകളെക്കാൾ സംവേദനശേഷിയുള്ള ഈ കണ്ണീരിന് മുൻപിൽ ഞാൻ ഇനി ഒരു അധിക പ്രസംഗത്തിന് മുതിരില്ല. വിഷ്ണുമൂർത്തിനാണ് അനുഗ്രഹം കൊടുക്കാൻ മാത്രം അറിയാവുന്ന എന്റെ കുലദൈവത്തെ ഞാളെ കൊല്ലാനുള്ള ആയുധാക്കിയില്ലടാ ദുഷ്ട. ദൈവത്തെ മോളെയും ചതിച്ചെഞ്ഞി ജന്മത്ത് ഗുണം പിടിക്കില്ലടാ.
കോരപ്പൻ എന്ന പെരുമലയൻ ഇങ്ങനെയാണ്. വരേണ്ട നേരത്തെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ കയറി വന്ന് ശപിക്കുമ്പോൾ പോലും മക്കൾക്ക് നല്ലത് വരുത്തണേ എന്ന് ഉള്ളിൽ കേഴുന്ന പെരുമലയൻ. മിസ്റ്റർ സുകുമാരൻ, പുറം ലോകത്ത് ആരെയൊക്കെയാണോ പ്രധാനമായും താങ്കൾ അഭിമുഖീകരിക്കാൻ ഭയന്നത് അവരെല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് താങ്കൾക്ക് ഇനി ആശ്വസിക്കാം. അതല്ല, ഇനിയും ഈ വേദിയിലേക്ക് താങ്കൾ മറ്റാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ചന്ദ്രഹാസനെ, എസ് ഐ രവീന്ദ്രനെ, അങ്ങനെ ആരെങ്കിലും? സുകുമാരൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ അവസാന അതിഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പരകായ പ്രവേശം പരിഹാര പത്മത്തിലേക്ക്. സന്ധ്യ, ദൈവമോ സുകുമാരനോ ആരായിരുന്നാലും സ്നേഹപൂർവ്വം മേലിപ്പിച്ച 9 മാരകമായ മുറിവുകളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സന്ധ്യ. സുകുമാരന്റെ യൗവനത്തിൽ പ്രണയത്തിന്റെ സുഗന്ധം നിറച്ച, വിവാഹ ജീവിതത്തിൽ കാച്ചെണ്ണ സുഗന്ധമുള്ള സ്നേഹം നിറച്ച സന്ധ്യ. ആശുപത്രി കിടക്കയിൽ മരണത്തിൽ നിന്നും ഉണർന്ന് ആദ്യമായി സുകുവേട്ടനെ ചോദിച്ച സന്ധ്യ. വയ്യായികയിലും പലവട്ടം ഭർത്താവിനെ കാണാൻ ഈ ജയിലിൽ വന്ന് കാണാതെ കണ്ണനഞ്ഞ് തിരിച്ചു പോയ സന്ധ്യ. സന്ധ്യ, നിന്റെ സുഖവേട്ടൻ പലവട്ടം കാണാൻ വന്ന് തിരിച്ചു പോയ ആൾക്ക് ഇപ്പോഴൊന്നും പറയാനില്ലേ? എന്നോട് പൊറുക്ക് സുഖേട്ടൻ. എന്നെ വേണമെങ്കിൽ ഇനിയും വെട്ടിക്കും, എന്നാലും എന്നെ വെറുക്കല്ലേ സുഖേട്ടാ. സന്ധ്യ ക്ഷമ ചോദിക്കുന്നു, വെറുക്കരുതേ എന്ന് യാചിക്കുന്നു. എന്നിട്ടും സുകുമാരനൊന്നും പറഞ്ഞില്ല. ഒന്നും പറയണ്ട മാമ. ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടാ പെണ്ണിന്റെ കാല് പിടിക്കുക. അയ്യയ്യ പരകായ പ്രവേശം പരിഹാരപത്മം അതിന്റെ സാർത്ഥകമായ സാഫല്യ നിമിഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. കുത്തുവാക്കുകൾ കൊണ്ട് സന്ധ്യയും ആയുധം കൊണ്ട് സുകുമാരനും പരസ്പരം മുറിവേൽപ്പിച്ചത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത സ്നേഹത്തിന്റെ പേരിലാണെന്ന് നമുക്കെല്ലാം അറിയാം. ഈ പുനഃസമാഗമ വേളയിലും ജാതി ഒരു യാഥാർത്ഥ്യമായും അതിന്റെ ഇടപെടലുകൾ പലപ്പോഴും വില്ലനായും ഇവർക്കിടയിലും നമുക്കിടയിലും ഉണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഇവരുടെ പ്രശ്നം ഇവിടെ കൊണ്ടും അവസാനിക്കുന്ന സുകുമാരനും സന്ധ്യയും 2 ഭിന്ന ജാതിയുടെ പ്രതിനിധികളാണ്. പിന്നെ എങ്ങനെ ഐക്യം പൂർണ്ണമാകും? ജാതി മാറാനും കഴിയില്ല. പിന്നെ എന്തു ചെയ്യും? ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ കൂടി വരേണ്ടിയിരിക്കുന്നു. അവിടെ നിന്ന് ആരും വരാനില്ല. അതിനുവേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഭിന്നജാതിയിൽ പിറന്ന സുകുമാരനും സന്ധ്യയ്ക്കും പിറക്കാൻ പോകുന്ന ഏത് ജാതി പറഞ്ഞു വിളിക്കണമെന്നറിയാത്ത കുഞ്ഞിനു വേണ്ടി.
ഇനിയും ബാക്കിയുണ്ട്. നന്മകൾക്കായി കാത്തിരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് നല്ലൊരു കൈയടിയോടെ ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് യാത്രയാക്കാം. പരകായ പ്രവേശത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ജീവിതത്തിൽ അപ്രധാനമെന്ന് തോന്നുന്ന പ്രധാന സംഭവങ്ങളുമായി മറ്റൊരു പരകായ പ്രവേശത്തിന്റെ കാണാ കഥകളുമായി നമുക്കിനിയും ഈ വേദിയിൽ കണ്ടുമുട്ടാം. ശുഭരാത്രി, ശുഭനിദ്ര.